ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട എല്ലാ മക്കളെയും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ, കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ അടച്ചു വെച്ചോളൂ കേട്ടോ. അതൊന്നും പുസ്തകമൊന്നും ആരും എടുക്കണ്ടായിപ്പോൾ. നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും ചേർന്ന് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. സാറ് ചൊല്ലാൻ പോവുകയാണ്. കർത്താവെ, അവിടുത്തെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ദൈവിക വചനങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ആമേൻ. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നോ? ഉറപ്പാണോ എല്ലാവരും? ചിലർ പറഞ്ഞില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് സാറ് ചോദിച്ചത് കേട്ടോ. ആമേൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ, ഇനിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ മക്കൾക്ക് ഒരു ഹോംവർക്കൊക്കെ തന്നിരുന്നു. ഗെയിമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കളർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിജയികൾ ആരൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. ഒത്തിരി പേര് അതിൻ്റെ ശരി ഉത്തരങ്ങൾ സാറിന് അയച്ചു തന്നു. അതിൽ നിന്ന് സാറന്ന് പറഞ്ഞായിരുന്നു ആദ്യം അയച്ചു തരുന്ന 10 പേർക്കാണ് സമ്മാനമുള്ളതെന്നൊക്കെ. ആദ്യം അയച്ചു തന്ന 10 പേർക്ക് സമ്മാനമുണ്ട്. അതാരൊക്കെയാണെന്ന് ഇന്ന് ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് സാറ് നിങ്ങളെ അറിയിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗം പാഠം 13ാമത്തെ പാഠമാണ്. പാഠം 13 അതിരുകളില്ലാത്ത സ്നേഹം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠം. അപ്പോൾ പുതിയ പാഠത്തിലേക്ക് എല്ലാവരും നേരിട്ട് ശ്രദ്ധ എല്ലാവരുടെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ വേണ്ട. പഴയ കാര്യങ്ങളിലേക്കൊന്നും സാറ് ചോദിക്കണില്ല കേട്ടോ. കാരണം മക്കളെ ഹോംവർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കാനുള്ളതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് സാറിന് അറിയാം അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവരും റെഡിയല്ലേ? പഠിച്ചല്ലായിരുന്നോ എല്ലാവരും? ഉറപ്പാണോ? യെസ് എന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. എല്ലാവരും പഠിച്ചെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് യെസ് എന്ന് ഉറക്കെ പറയാമോ? വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഹോംവർക്കുകളൊക്കെ ചെയ്ത് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യേശുവിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ പുതിയ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇതിലും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മക്കളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കേണ്ട, കൂട്ടുകാർക്ക് കൊടുക്കേണ്ട സ്നേഹത്തെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ യേശു നമ്മളെ ഒത്തിരി സ്നേഹിച്ചു, അതുപോലെ നമ്മളും സ്നേഹിക്കണം. ആരെയെ സ്നേഹിക്കണേ? യേശുവിനെ. യേശുവിനെ സ്നേഹിക്കണം. അത് മക്കൾ പറഞ്ഞ് ശരിയാ കേട്ടോ. യേശുവിനെ സ്നേഹിക്കണം. പക്ഷെ യേശു നമ്മളോട് പറഞ്ഞേക്കണേ എന്താണെന്ന് അറിയാമോ? യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാൽവറിയിലെ സ്നേഹം എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് ഉള്ളത്. പാഠപുസ്തകത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷിയുടെ പടം അല്ലേ? ആ പക്ഷിയുടെ പേരെന്താണെന്നറിയോ? പെലിക്കൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ചിത്രമാണ്. പിന്നെ അതിൻ്റെ താഴെ ചെറിയ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? പെലിക്കൻ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം ഒക്കെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പെലിക്കൻ പക്ഷിയുടെ കഥയും അതിൻ്റെ സംഭാഷണമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പെലിക്കൻ പക്ഷീനെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ മക്കൾക്ക്. എല്ലാവർക്കും ഇഷ്ടമാണോ പക്ഷീനെ? നിങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് മക്കൾ കണ്ടിട്ടുണ്ടോ? പെലിക്കൻ പക്ഷീനെ കണ്ടിട്ടുണ്ടോ? ചിലർ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാൽ നിങ്ങൾ കണ്ടേക്കണേ? സൂലോ? മൃഗശാലയിൽ പോയപ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പെലിക്കൻ പക്ഷീനെ? സാറ് കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ട് പെലിക്കൻ പക്ഷി ആണോ എന്ന് സാറിന് അറിയില്ല കേട്ടോ. പാഠഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പെലിക്കൻ പക്ഷിയുടെ. അതൊക്കെ മക്കൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തിട്ട് ആ പെലിക്കൻ പക്ഷീനെ നല്ല മനോഹരമാക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ പെലിക്കൻ പക്ഷീനെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ സാറ് ശ്രദ്ധിച്ചിരുന്നോളണം. ആദ്യം അതിൻ്റെ അമ്മ പക്ഷി വരും, പെലിക്കൻ പക്ഷി കേട്ടോ. അതിനെ കൊണ്ടുവരും. ഈ കാണുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അമ്മ പക്ഷി കേട്ടോ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ പാഠഭാഗത്ത് കൊടുത്തിട്ടില്ലേ? ആ കുഞ്ഞുങ്ങളിൽ ഒരാളെ കൊണ്ടുവരാം, കുഞ്ഞിനെ. എന്നാലല്ലേ അവർ രണ്ടുപേരും നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരാൻ പോവാണ്ടോ? ശ്രദ്ധിച്ചിരുന്നോളൂ. ഇതാണ് കുഞ്ഞ് കേട്ടോ, പെലിക്കൻ പക്ഷിയുടെ കുഞ്ഞ്. അപ്പോൾ ഈ 2 പക്ഷികൾ തമ്മിലുള്ള സംഭാഷണമാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവർ എന്തൊക്കെ പറയണേന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അവർ സംസാരിക്കണത് നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ.
മക്കൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് നോക്കണം കേട്ടോ. മനസ്സിലാവുണ്ടെങ്കിൽ പറയണം സാറിനോട് എന്താ അവർ പറഞ്ഞതെന്ന്. സാറും കേട്ടുകൊണ്ടിരിക്കാൻ പോവാണ്. ഇവര് സംസാരിക്കണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? സാറിനൊന്നും മനസ്സിലാവണില്ല. പക്ഷെ ഇവര് സംസാരിക്കുന്നത് എന്താന്നേ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് സാറ് പറഞ്ഞുതരാം. അവരങ്ങനെ സംസാരിക്കട്ടെ. അവർ തമ്മിൽ പറഞ്ഞത് എന്താണെന്ന് പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിപ്പക്ഷി ഉണ്ടല്ലോ, അത് അമ്മയോട് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ആദ്യം ചോദിച്ചത്, അമ്മ എന്തിനാണ് അമ്മയുടെ നെഞ്ചിങ്ങനെ കുത്തി തുളയ്ക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര ശക്തിയോടുകൂടി പെലിക്കൻ പക്ഷി അതിൻ്റെ നെഞ്ചിങ്ങനെ കുത്തി തുളക്കി അതിൻ്റെ ചുണ്ടുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് അമ്മയോട് ചോദിക്കുക, അങ്ങനെ എന്തിനാ അമ്മ ഇങ്ങനെ നെഞ്ച് കുത്തി തുളയ്ക്കുന്നതെന്ന്. അപ്പോൾ അമ്മ എന്താ മറുപടി പറഞ്ഞതെന്ന് അറിയാമോ? മക്കളെ, നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറന്നു നടക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തിൽ നിന്നുള്ള ചോര കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്മപ്പക്ഷിയുടെ നെഞ്ചിൽ ഇങ്ങനെ കൊത്തി പൊട്ടിക്കുമ്പോൾ ചോര ഒഴുകി വരില്ലേ? ആ ചോര ഈ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മപ്പക്ഷി പറഞ്ഞു, എൻ്റെ നെഞ്ചിൽ നിന്ന് ഒഴുകി വരുന്ന ചോര നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടോടുകൂടി കുഞ്ഞിപ്പക്ഷിക്ക് ഭയങ്കര വിഷമവും സങ്കടമായി. എന്താ പറഞ്ഞെന്നറിയാമോ? അയ്യോ അമ്മ മരിച്ചു പോവില്ലേ? അയ്യോ അമ്മയെ അങ്ങനെ കുത്തല്ലേ, അമ്മ അങ്ങനെ കുത്തി ചോര പോയി കഴിഞ്ഞാൽ അമ്മ മരിച്ചു പോവില്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചതെന്നറിയാമോ? കുഞ്ഞിപ്പക്ഷിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിന് എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ അമ്മപ്പക്ഷി കുഞ്ഞിപ്പക്ഷിയോട്? മക്കളെ, അമ്മ മരിച്ചു പോയാലും കുഴപ്പമില്ല, നിങ്ങൾ വളരണം. നിങ്ങൾക്ക് ആഹാരം കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നെഞ്ചിങ്ങനെ കുത്തി പൊട്ടിച്ച് ചോര ഒഴുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വീണ്ടും കുഞ്ഞിപ്പക്ഷി അമ്മയോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയാമോ? പാഠഭാഗത്തുണ്ട്. അമ്മ അങ്ങനെ കുത്തി ചോരയൊക്കെ ഒഴുക്കി അമ്മ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മനസ്സിൽ എന്താ തോന്നിയെന്ന് അറിയാമോ? അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടത അനുഭവിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്തോരം സ്നേഹമാണ് ഞങ്ങളോട്. ഇങ്ങനെയൊക്കെ ഈ കുഞ്ഞിപ്പക്ഷിക്ക് മനസ്സിൽ തോന്നി. ആ കാര്യം അമ്മയോട് പറയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം എന്തിനാ ഇങ്ങനെ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയെന്ന് അറിയാമോ മക്കൾക്ക്? അതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. കാൽവറിയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ് മരണം അനുഭവിച്ചു. നമ്മളുടെ എല്ലാം ലോകത്തിൻ്റെ മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ക്രൂശ് മരണം പ്രാപിച്ചു. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പെലിക്കൻ പക്ഷിയുടെ അമ്മപ്പക്ഷിയുടെയും കുഞ്ഞു പക്ഷിയുടെയും സംഭാഷണങ്ങൾ ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കേട്ടു. മക്കൾക്കൊക്കെ മനസ്സിലായി. ഇനി അവർ പൊക്കോട്ടെ അല്ലേ? രണ്ടുപേരും പൊക്കോട്ടെ. ഇനി നമുക്ക് അവരുടെ ഇത് വേണ്ട. ഇനി നമുക്ക് പാഠഭാഗത്തുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് മക്കളുടെ. അപ്പം കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടിയിട്ട് വലിയ ജീവത്യാഗം ചെയ്തതിൻ്റെ സ്മരണ അതുപോലെ തന്നെയാണ് ഈ പെലിക്കൻ പക്ഷിയും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ശരീരം കുത്തി പൊട്ടിച്ച് ചോര ഒഴുക്കി ചോര കുടിച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് പെലിക്കൻ പക്ഷി ചെയ്തത്. അതുകൊണ്ടാണ് ഈ കാൽവറിയിലെ സ്നേഹം എന്ന ഈ പാഠഭാഗത്ത് ഈ പെലിക്കൻ പക്ഷിയുടെ കഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ യേശുവിൻ്റെ ഓരോ തുള്ളി ചോരയും നമ്മളുടെ എല്ലാം പാപങ്ങൾ മോചിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൊരിഞ്ഞത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ പാഠഭാഗത്ത് പെലിക്കൻ പക്ഷിയും അമ്മപ്പക്ഷിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാഠഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടും ചേർത്തിട്ടുണ്ട്. 4 വരിയേ പുസ്തകത്തിലുള്ളൂ. ബാക്കി ഭാഗം കൂടി ഒരു 4 വരിയും കൂടെ സാറ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മക്കൾ കണ്ടായിരുന്നോ? ഇപ്പോൾ നോക്കൊന്നും വേണ്ട കേട്ടോ. അതിൽ ആദ്യത്തെ ഒരു വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്രൂശിൽ കണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർത്ത് കേൾക്കാം. എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ക്രൂശിൽ
ത്യാഗത്തെ ആഴമാർന്ന ത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ യേശു കണ്ടു ഞാനും സ്നേഹത്തെ ആഴമാർന്ന ത്യാഗത്തെ സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്ത് നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ ക്രൂശിൽ കണ്ടു ഞാനും സ്നേഹത്തെ ആഴമാർന്ന നിൻ ത്യാഗത്തെ. എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ എല്ലാവരും പല പ്രാവശ്യം ഇതിങ്ങനെ റീ അടിച്ചൊക്കെ ക്ലാസ് സമയം കിട്ടുമ്പോൾ പപ്പയോടും മമ്മിയോടൊക്കെ പറഞ്ഞ് റീ അടിച്ച് കേട്ട് പഠിക്കണം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. യേശുവിനോടുള്ള സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന പാട്ടാണ്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് യേശുവിനോടുള്ള സ്നേഹം കൂടി കൂടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാട്ടൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ അടുത്ത് അതിന് ചേർത്ത് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് പരസ്പരം സ്നേഹിക്കണം കേട്ടോ. യേശു നമ്മളെ സ്നേഹിച്ചു, നമ്മളും പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ സ്നേഹം പങ്കിടാൻ പറ്റുന്നത്? നിങ്ങൾ സ്നേഹം ഷെയർ ചെയ്യാറുണ്ടോ? ഇല്ലേ? മക്കൾക്ക് കൂട്ടുകാരൊക്കെ ഇല്ലേ? കൂട്ടുകാരോട് നിങ്ങൾ നല്ല സ്നേഹമായിട്ട് സംസാരിക്കുന്നു, വീട്ടിൽ പേരൻസിനോട് നല്ല സ്നേഹമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹം പങ്കിടുന്നത്. അതിൽ പാഠഭാഗത്ത് കുറേ കാര്യങ്ങൾ സ്നേഹം പങ്കിടേണ്ടത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്, ആരോടൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയോട്. എങ്ങനെയാണ് മക്കൾ പ്രകൃതിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? മക്കൾ ചെടികളൊക്കെ നടാറുണ്ടോ? വീട്ടിൽ ചെടികൾ നടാറുണ്ട്. മരങ്ങൾ നടാറുണ്ടോ? മരങ്ങൾ നടാറുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ നടാറുണ്ടോ? സ്കൂളിലൊക്കെ മരങ്ങൾ നടാൻ വേണ്ടിയിട്ടൊക്കെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു ദിവസമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നടും. അതുപോലെ വീട്ടിലും നല്ല മനോഹരമായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ നടണം. അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയോട് സ്നേഹം പങ്കിടുന്നത്. മനസ്സിലായോ എങ്ങനെയാന്ന്? രണ്ടാമത്തെ പാഠഭാഗത്ത് വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പ്രായം ചെന്നവരോട് സ്നേഹം പങ്കിടണം. എങ്ങനെ പ്രായം ചെന്നവരോട് സ്നേഹം പങ്കിടണേ? മക്കളൊന്ന് പറഞ്ഞു നോക്കി. അവരെ സഹായിക്കും. വെരി ഗുഡ് കേട്ടോ. അപ്പോൾ പ്രായം ചെന്നവരെ നമ്മൾ അവരോട് അവരെയൊക്കെ സഹായിക്കും. എന്ത് സഹായങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പ്രായം ചെന്നവരോട്? വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇല്ലേ? മക്കളുടെ വീട്ടിലില്ലേ ഗ്രാൻഡ് പേരൻസ്? ഉണ്ട്. അവരോട് എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സ്നേഹം? അവരെന്തെങ്കിലുമൊക്കെ പറയും മക്കളോട്. സഹായങ്ങൾ ചോദിക്കുമ്പോൾ അവരെ സഹായിക്കണം. എന്ത് സഹായങ്ങളാണ് ചെയ്യാറ്? ന്യൂസ് പേപ്പർ വായിച്ച് കേൾപ്പിക്കുമോ? ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ അറിയോ എല്ലാവർക്കും? എന്താ വായിക്കുന്നത്? ഹെഡ്ലൈൻസ് വായിക്കും. ടൈറ്റിൽ ഹെഡ്ലൈൻസ് ഒക്കെ വായിച്ച് കേൾപ്പിക്കും കേട്ടോ. മിടുക്കന്മാരും മിടുക്കികളും കേട്ടോ. അങ്ങനെയൊക്കെ വായിച്ച് കേൾപ്പിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബൈബിള് വായിച്ച് കേൾപ്പിക്കുന്നത് കേട്ടോ. ബൈബിളൊക്കെ വായിച്ച് കേൾപ്പിക്കണം കേട്ടോ മക്കൾ അവരെ. അപ്പോൾ അങ്ങനെ പ്രായം ചെന്നവരോട് സ്നേഹം പങ്കിടാം. പിന്നീട് മൂന്നാമത് വേറെ ഒന്നുണ്ട്, സഹോദരങ്ങളോട്. നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും കുഞ്ഞ് അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സ്നേഹം പങ്കിടും. എങ്ങനെയാണ് ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ സ്നേഹം പങ്കിടണേ? അവരുടെ കൂടെ കളിച്ചു നടക്കും. കുസൃതികളും വഴക്കൊന്നും ഉണ്ടാക്കില്ല.
അങ്ങനെയൊക്കെയാണ് സഹോദരങ്ങളോട് സ്നേഹം പങ്കിടുന്നത്. പിന്നെ പാഠഭാഗത്തുള്ളത് ഗുരുക്കന്മാരോട് സ്നേഹം പങ്കിടും. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര്, മിസ്സുമാരൊക്കെയാണ് ഗുരുക്കന്മാര്. പിന്നെയുണ്ട് ഗുരുക്കന്മാര് പള്ളിയിലൊക്കെ പോകുമ്പോൾ വൈദികരൊക്കെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ളവര്, സൺഡേ സ്കൂളിലെ അധ്യാപകര്, എല്ലാവരും ഗുരുക്കന്മാരാണ്. അവരോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹം പങ്കിടണേ? എങ്ങനെയാ? അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. നല്ലതാട്ടോ, അങ്ങനെ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ ഗുരുക്കന്മാരോട് നമ്മളങ്ങനെ സ്നേഹം പങ്കിടും. പിന്നെ സ്നേഹം പങ്കിടുന്നത് മാതാപിതാക്കളോട്, പേരൻസിനോട് കേട്ടോ. മക്കളുടെ പപ്പയോടും മമ്മിയോടും ഒക്കെ സ്നേഹം പങ്കിടും. എങ്ങനെയാ അവരോട് സ്നേഹം പങ്കിടണേ? അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. എന്ത് കാര്യങ്ങളൊക്കെയാണ് മക്കളോട് അവർ പറയാറുള്ളത്? പഠിക്കാൻ പറയും. പഠിക്കാൻ പറയും. അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അല്ലേ? മക്കളോട് വേറെ പണികളൊന്നും ചെയ്യാൻ പറയില്ല. മക്കളോട് പറയുന്നത് പഠിക്കാനാണ്. പഠിക്കാൻ പറയുമ്പോൾ മക്കൾ പഠിക്കാറുണ്ടോ? ഉണ്ട്, പഠിക്കാറുണ്ട്. പിന്നെ എന്താ പറയാറ്? അനുസരണക്കേട് കാണിക്കാറുണ്ടോ അവരോട്? ഇല്ല. മിടുക്കന്മാരും മിടുക്കികളുമായിട്ടിരുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം പഠിക്കണം. അങ്ങനെ പേരൻസിനോട്, മാതാപിതാക്കളോട് സ്നേഹം പങ്കിടണം. ഇത്രയും കാര്യങ്ങളാണ് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് പിന്നെ നിങ്ങൾക്ക് സ്നേഹം പങ്കിടാനുണ്ട്. ആരോടാ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലേ? കൂട്ടുകാരില്ലേ നിങ്ങൾക്ക്? കൂട്ടുകാരോട് സ്നേഹം പങ്കിടണം. എങ്ങനെയാണ് കൂട്ടുകാരോട് സ്നേഹം പങ്കിടുന്നത്? ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും, ചോക്ലേറ്റുകളൊക്കെ കൊടുക്കും. അവരോടൊന്നും വഴക്കിടില്ല, നല്ല സ്നേഹമായിട്ടിടും, നടക്കും. അവിടെ കൂട്ടുകൂടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരോട് സ്നേഹം പങ്കിടുന്നത്. പിന്നെ വേറൊന്നുണ്ട്, നിങ്ങളുടെ നെയ്ബേഴ്സ്, അയൽക്കാരായിട്ടുള്ളവർ ഇല്ലേ? നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും ആൻറ്റിമാരോടും അങ്കിളിനോടും അവരോടൊക്കെ സ്നേഹം പങ്കിടണം. എങ്ങനെയാണ് അവരോട് സ്നേഹം പങ്കിടണേ? അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മക്കളോട് പറയുമ്പോൾ ആ കാര്യങ്ങൾ കേൾക്കുകയും പപ്പയോടും മമ്മിയോടും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ അതൊക്കെ പറയൂ കേട്ടോ. അവരോട് നല്ല സ്നേഹമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് അയൽക്കാരോട് സ്നേഹം പങ്കിടുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, അതോടുകൂടി സാറ് പരിചയപ്പെടുത്തി തരാം. അനാഥരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? സാറ് വേറൊരു പാഠഭാഗത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അനാഥരെന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞേ? മറ്റ് സഹായങ്ങളൊന്നും കിട്ടാൻ, അല്ലെങ്കിൽ മറ്റാരും സഹായിക്കാനില്ലാത്തവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് അനാഥരായിട്ടുള്ളവർ. അപ്പോൾ അവരെയൊക്കെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കണം. രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്തു കൊടുക്കണം? അവർക്ക് പൈസയൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായങ്ങൾ കൊടുക്കണം. അങ്ങനെയാണ് അനാഥരോടൊക്കെ സ്നേഹം പങ്കിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരോടും സ്നേഹം പങ്കിടണം. ഇതാണ് ആര് പഠിപ്പിക്കുന്നത്? യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടാണ് യേശു പറയുന്നത്. എന്ത് പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുന്നത് കേട്ടോ. യേശു നമ്മളെ സ്നേഹിക്കുന്നു, അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രകൃതിയോടും പ്രായം ചെന്നവരോടും സഹോദരങ്ങളോടും അതുപോലെ ഗുരുക്കന്മാരോടും നിങ്ങളുടെ പേരൻസിനോടും കൂട്ടുകാരോടും അയൽവക്കത്തുള്ളവരോടും അനാഥരോടും ഒക്കെ സ്നേഹം പങ്കിടുമ്പോൾ യേശുവിന് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ച് ഒരു പാഠഭാഗത്ത് ഒരു പ്രസംഗം പറയാൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടമാണോ പ്രസംഗമൊക്കെ? പറയാറുണ്ടോ നിങ്ങൾ? സൺഡേ സ്കൂളിലൊക്കെ പ്രസംഗം പറഞ്ഞിട്ടുണ്ടോ? ഒരു ചെറിയ പ്രസംഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാറ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ തന്നെ ആരാന്നറിയാമോ? സാറല്ല പ്രസംഗം പറയണത്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് ഒന്ന് പറയാൻ പോണത്. ആ കൂട്ടുകാരൻ്റെ പേരെന്താണെന്നറിയാമോ? കുക്കുടു. കുക്കുടു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസംഗം പറയാമെന്ന്. അപ്പോൾ ഈ കുക്കുടുവിനെ സാറ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളണം. അപ്പോൾ കുക്കുടു വന്ന് അപ്പോൾ തന്നെ സാറ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ? കുക്കുടുവിനെ സാറിൻ്റെ കയ്യിൽ കൊണ്ടുവരും. കൈ ഇതിങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ സാറിൻ്റെ കൈക്കകത്ത് വന്ന് നിൽക്കും. കുക്കുടു വരാൻ പറയുമ്പോൾ അപ്പോൾ തന്നെ കുക്കുടു വരും. കുക്കുടു വന്നിട്ട് സാറിൻ്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട്
ഉടനെ തന്നെ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് കുക്കുടു ഒരു പ്രസംഗം അങ്ങോട്ട് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. കുക്കുടു വരട്ടെ. കുക്കുടു വന്നു. പ്രസംഗം ആരംഭിക്കുകയാണ്. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്നേഹം എന്നുള്ളതാകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ എന്നാണല്ലോ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്നേഹിക്കണം. മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ സ്നേഹത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. കളങ്കമില്ലാത്ത സ്നേഹമാണ് ലോകത്തെന്നും നിലനിൽക്കുന്നത്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഗുരുവിൽ നിന്ന് അറിവ് ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതലായി അടുക്കുന്നു. ദൈവം നമുക്ക് തരുന്ന സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. സ്നേഹമാണ് ഈശ്വരൻ. സ്നേഹമില്ലാത്തിടം വാസയോഗ്യമല്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. നല്ല പ്രസംഗമായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ കുക്കുടു പോക്കോട്ടെ. ഇനി ഈ പ്രസംഗം മക്കളെല്ലാവരും ചേർന്ന് പഠിക്കണം. വളരെ മനോഹരമായിട്ടാണ് കുക്കുടു നമുക്ക് വേണ്ടിയിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുത്താലോ കുക്കുടുവിന്? എല്ലാം റെഡിയല്ലേ? റെഡി, 1 2 3. എല്ലാവരും നല്ല കൈയടി കൊടുത്തു. ഒത്തിരി സന്തോഷം. ഈ പ്രസംഗം മക്കളെല്ലാവരും ചേർന്ന് പഠിക്കണം കേട്ടോ. ഇതുപോലെ വേറെ നല്ല പ്രസംഗങ്ങൾ സ്നേഹത്തെക്കുറിച്ച് മക്കൾക്ക് എഴുതി തരാൻ അധ്യാപകരോട് പറയണം കേട്ടോ. പേരൻസൊക്കെ എഴുതി തരും. നല്ല പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു പഠിക്കണം എല്ലാവരും. ഇനി മക്കളെല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിജയികളുടെ പേരുകൾ സാറ് ഇവിടെ അനൗൺസ് ചെയ്യും. അതിനു മുമ്പായിട്ട് ഒരു പാഠഭാഗത്തു നിന്ന് കുറച്ച് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കാൻ ഒരു പാഠഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. അത് സാറ് ഇപ്പോൾ സ്ലൈഡിലൂടെ മക്കൾക്ക് വേണ്ടി കാണിക്കും. അതിനുശേഷം 10 വിജയികളുടെ പേരുകൾ വെളിപ്പെടുത്തും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്ന ചോദ്യം ഇതായിരുന്നു. അന്ന് കളർ ചെയ്യാൻ വേണ്ടി കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടെത്താനായിരുന്നു സാറ് പറഞ്ഞത്. കരുണയുള്ളവർ, അതിന് നീല നിറം, ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞത്. രണ്ടാമത്തെ ലൈനിന് കൊടുക്കാൻ പറഞ്ഞ കളറ് ഓറഞ്ച് നിറമായിരുന്നു. ഭാഗ്യവാന്മാർ, അവർക്ക് ആ ലൈനിന് കൊടുക്കേണ്ടത് ഓറഞ്ച് നിറമായിരുന്നു. മൂന്നാമത്തേത് കൊടുക്കേണ്ടത് കരുണ ലഭിക്കും എന്നുള്ളതിന് യെല്ലോ കളർ ആയിരുന്നു, മഞ്ഞ നിറമാണ് കൊടുക്കാൻ പറഞ്ഞിരുന്നത്. അതിൽ ഒളിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ബ്ലൂവിൻ്റെ ബി എന്ന അക്ഷരവും രണ്ടാമത്തെ ഓറഞ്ച് എന്ന വാക്കിൻ്റെ ഒ എന്ന അക്ഷരവും മൂന്നാമത് വരുന്ന യെല്ലോയുടെ വൈ എന്ന അക്ഷരവും ചേർക്കുമ്പോൾ BOY, ബോയ് എന്ന നിങ്ങളുടെ കൂട്ടുകാരനാണ് അതിൽ ഒളിച്ചിരിക്കുന്നത്. ബോയ് എന്ന ഉള്ള ഉത്തരം ഒത്തിരി പേര് അയച്ചു തന്നിരുന്നു. അതിൽ ആദ്യം അയച്ചു തന്ന 10 പേരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നിങ്ങളുടെ അഡ്രസ്സിൽ വീട്ടിലെത്തിക്കും. പാഠഭാഗത്തു നിന്നുള്ള വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതും നിങ്ങളുടെ അധ്യാപകരുടെ പേരൻസിൻ്റെ സഹായത്തോടെ മക്കളെല്ലാവരും അത് ഫില്ല് ചെയ്യണം. നന്നായിട്ട് പഠിക്കണം. ശ്രദ്ധ ക്ഷണിക്കുന്നു. വിട്ടുപോയ വാക്ക് കണ്ടെത്തുക. നിങ്ങളും തമ്മിൽ ഡാഷ് എന്നാകുന്നു എൻ്റെ കൽപ്പന. നമുക്കും ഡാഷ് പങ്കിടാം. യേശുക്രിസ്തു കാൽവറിയിൽ അവസാന തുള്ളി ഡാഷ് പകർന്നു നൽകിയാണ് നമ്മോട് ഡാഷ് വെളിപ്പെടുത്തിയത്. ദൈവകൽപ്പന ജീവിതത്തിൽ ഡാഷ് എന്ന് മനസ്സിലാക്കണം. ഡാഷ് നമ്മെ സ്നേഹിക്കുന്നു, അതുപോലെ നാമും ഡാഷ് സ്നേഹത്തിൽ വളരണം. കർത്താവായ യേശുക്രിസ്തു ഡാഷ് നിന്ന് നമ്മെ രക്ഷിച്ചു. പാപത്തിൽ ദൈവം, സ്നേഹം, പരസ്പരം സ്നേഹിക്കണം, രക്തവും പാലിക്കണം. അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് പൂരിപ്പിക്കാവുന്നതാണ്. സമ്മാനാർഹരായവർ: ജീവൻ ജിമ്മി, സെന്റ് ജോർജ് സൺഡേ സ്കൂൾ, കലമ്പൂർ, കണ്ടനാട്. റോഹൻ കുര്യൻ, സെന്റ് മേരീസ് സുനോറോ സൺഡേ സ്കൂൾ, എളംകുളം, കൊച്ചി. സെറിൻ ലെനി, സെന്റ് തോമസ് സൺഡേ സ്കൂൾ, മുത്തംകുഴി, കോതമംഗലം. കെസിയ പീറ്റർ, സെന്റ് മേരീസ് സൺഡേ സ്കൂൾ, വാരപ്പെട്ടി, കോതമംഗലം.
ആദിത് ബിനു ജോർജ്, സെന്റ് സൈമൺ സൺഡേ സ്കൂൾ, വെള്ളൂർ, കോട്ടയം. സാന്ദ്ര മരിയ അനീഷ്, സെന്റ് മേരീസ് സൺഡേ സ്കൂൾ, കളമശ്ശേരി, എറണാകുളം. ബേസിൽ എം ജോഷി, സെന്റ് തോമസ് സൺഡേ സ്കൂൾ, പായിപ്ര, മൂവാറ്റുപുഴ. എലിശുബ ടി എസ്, JS സൺഡേ സ്കൂൾ, വാഴൂർ, പിറവം. ഹന്ന മേരി വർഗീസ്, സെന്റ് മേരീസ് സൺഡേ സ്കൂൾ, പുതുപ്പാടി, മൂവാറ്റുപുഴ. പ്രിയ മേരി മനോജ്, സെന്റ് ജോർജ് സൺഡേ സ്കൂൾ, ചുണ്ടക്കുഴി, പെരുമ്പാവൂർ. കാൽവറിയിലെ സ്നേഹം എന്ന പാഠഭാഗം എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് നമ്മൾ കഥയും പ്രസംഗവും പാട്ടും എല്ലാം പഠിച്ചു വന്നപ്പോൾ നമ്മളുടെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞേയില്ല. ഒത്തിരി സന്തോഷമാണ് എല്ലാ മക്കൾക്കും. മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സാറിന് അറിയാം. അതുകൊണ്ട് വിജയികൾക്കെല്ലാം പ്രത്യേകം ആശംസകൾ നേരുന്നു. അതുപോലെ പാഠഭാഗങ്ങളെല്ലാം മക്കൾ നന്നായിട്ട് പഠിക്കണം. യേശുവിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ പാഠഭാഗം, അതിൻ്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണം. അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും ഇനി ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് സാറ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി സാറ് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടട്ടെ. Hallelujah.